വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമാണ് പിന്നീട് ഉള്ള അവസരങ്ങൾ ഏജ് ഓവർ ആയതിനു ശേഷം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവസരങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ ഞാൻ എടുത്ത് ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ പലപ്പോഴും വരാറുള്ള അവസരത്തിൽ ഞാനെടുത്ത് ക്ലാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. സ്ഥിര ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് ക്ലർക്ക് തസ്തികകളിലേക്ക് നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. 45ഓളം ഒഴിവുകൾ ക്ലർക്ക് തസ്തികയിൽ വന്നിട്ടുണ്ട്. 10/11 നവംബർ 10 വരെ, നവംബർ 10, 2025 വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് പല ഉദ്യോഗാർത്ഥികളും അറിയാതെ പോകുന്നത് കൊണ്ടാണ് പലർക്കും അപേക്ഷിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ക്ലർക്ക് നോട്ടിഫിക്കേഷന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ഉള്ളവർക്ക് JDC മതിയാവും. എന്നാൽ ഡിഗ്രിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്കാർക്ക് HDCയും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബികോംകാരെ സംബന്ധിച്ചിടത്തോളം ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ് ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ലിമിറ്റ്. ഇവിടെ EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC-കാർക്കും 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ EWS OBC-കാർക്കൊക്കെ 43 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാം. SC/ST-കാർക്ക് 45 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാം. ഭിന്നശേഷിക്കാർക്ക് 50 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാം. ഇനി വിഡോസ് ആയ ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ, വയസ്സിളവുകൾ ഉള്ള ഒരു സഹകരണ ഒരു തസ്തികയാണ് ഈ ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പലരും പറയുന്നു, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതുണ്ട്, കോപ്പറേറ്റീവ് സഹകരണ ബാങ്കിലേക്കുള്ള നിയമനങ്ങളൊക്കെ ഓൾറെഡി എടുത്തതിന് ശേഷമാണ് നിയമനങ്ങൾ നടക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടതാണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് രൂപീകരിച്ച് അതിലൂടെയാണ് ഇപ്പോൾ നിയമനങ്ങളൊക്കെ തന്നെ, പരീക്ഷകളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്ന കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയാണ് നിയമനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറയുന്നത് സുതാര്യമാണ്. അപ്പോൾ അതിലൂടെ PSC പോലെ തന്നെയുള്ള ഒരു ബോഡിയാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിലുള്ള പരീക്ഷകളെല്ലാം തന്നെ സുതാര്യമായിട്ടാണ് നടത്തുന്നത്. യാതൊരുവിധ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഓൾറെഡി നിയമനങ്ങളൊക്കെ നടന്നതിന് ശേഷമുള്ള പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മുടെ ലക്ഷ്യം ഒരു ജോലിയാണ്. ആ ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥിയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് പറയുന്ന ഒരാൾ മതി പല ഉദ്യോഗാർത്ഥികൾക്കും അത് ഡീമോട്ടിവേറ്റ് ആയി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല, അവർക്ക് ചുമ്മാ വെറുതെ ആരെങ്കിലും ജോലി തരണം. അപ്പോൾ അതിനുവേണ്ടി അവർ പറയും ഇത് ഉടായ്പാണ്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ആൾക്കാരെ എടുത്തതിന് ശേഷമാണ് എല്ലാം, എങ്ങനെയൊക്കെ പല ഉദ്യോഗാർത്ഥികളും പറയും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക, അപേക്ഷ സമർപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക, ജോലിക്ക് കയറുക. അവരങ്ങനെ പോയിക്കോളും, ആ വഴിക്ക് പോകും. നമ്മൾ നല്ലൊരു ഭാവി വേണമെന്ന ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ആ വഴിക്ക് വന്ന് നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ അപേക്ഷയൊക്കെ സമർപ്പിച്ച് ജോലി നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ CSEBയുടെ സൈറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. cseb.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് യോഗ്യതകളൊക്കെ വെച്ച് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓൾറെഡി ചെയ്ത ആൾക്കാർക്ക് തങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ചെയ്തതിന് ശേഷം തങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങളുടെ അടുത്തുള്ള
ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരവരുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി ലഭിക്കാനുള്ള അവസരമാണ്. നല്ല ശമ്പള സ്കെയിലോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ ധാരാളം അവസരങ്ങളുണ്ട്. എല്ലാവരും പരമാവധി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിലേക്ക് ഇങ്ങനെയുള്ള ഏജ് ലിമിറ്റ് വ്യത്യാസമുള്ള അവസരങ്ങൾ വളരെ കുറച്ചേ വരുള്ളൂ. ഇങ്ങനെയുള്ള വരുന്ന അവസരങ്ങളൊക്കെ തന്നെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ഫയൽ അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇതിനെക്കുറിച്ച് സംശയത്തിൻ്റെ ഒരു ആവശ്യമില്ല. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രസ്തുത നോട്ടിഫിക്കേഷൻ കാണാം. വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ഡേ രജിസ്ട്രേഷൻ ചെയ്യുക. പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അയക്കാൻ പറ്റിയ ബാങ്കുകളിലെല്ലാം തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും ഇത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വയസ്സിളവുള്ളവർക്ക് വയസ്സിളവിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ഹാജരാക്കാനും അപ്ലോഡ് ചെയ്യാനും അത് നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അത് കാണിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.